നമസ്കാരം. ഭരണഘടനയും ഭാരതാംബയും തമ്മിലാണ് ഇപ്പോൾ ശരിക്കുമുള്ള തർക്കുത്തരവും നടക്കുന്നത്. ഭരണഘടനാ ശില്പി ബി.ആർ. അംബേദ്കറിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ അസ്ഥിരപ്പെടുത്താം എന്ന ചിന്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും സവർണ രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സിലുള്ളതാണ്. അത് പണ്ടും ഇപ്പോഴുമുണ്ട്. ഏകാധിപത്യത്തിന്റെ വഴിയിൽ നിന്നും ജനാധിപത്യ വഴിയിലേക്ക് രാജ്യം എത്തിപ്പെടേണ്ടത് മുതൽ ഇങ്ങോട്ട് ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമോ എന്ന ഗ്രഹപാഠങ്ങളിലായിരുന്നു ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രത്തെ നിലത്തടിച്ച് ശരശയ്യയിൽ കിടത്തിയതോടെ ഹിന്ദു രാഷ്ട്രവാദത്തിന് ശക്തി കൂടി. ഹിന്ദുത്വ രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന BJP തുടർച്ചയായി ഇന്ത്യ ഭരിക്കാൻ കെൽപ്പുള്ള പാർട്ടിയായി. ഇതോടെ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടത്തി തുടങ്ങി. എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിൽ അധിഷ്ഠിതമായി ഭാരതം മുന്നോട്ടു പോകുന്നത് കുറച്ചിലാണെന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ നേതാക്കളുണ്ട്. പരസ്യമായി എതിർക്കാത്തവരുടെ എല്ലാം ഉള്ളിൽ ഭരണഘടനയോട് പുച്ഛവും ബഹുമാനക്കുറവും ഉണ്ടെന്നത് എത്രയോ സംഭവങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിലെ ഇടതു മന്ത്രിസഭയിലെ ഒരു മന്ത്രി പോലും ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത് കുന്തവും കൊടച്ചക്രവുമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അവർണരെ മാറ്റി നിർത്തുന്ന സവർണ ഹിന്ദുക്കളുടെ ചതുർവർണ്ണ്യത്തെ അംഗീകരിക്കുന്നവരുടെ ചിന്തയിൽ എന്തായിരിക്കും? ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളെ മാറ്റി എഴുതി കഴിഞ്ഞു. ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് ഭാരതത്തെ കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നു. ആധുനിക ഇന്ത്യക്ക് ചേരുന്ന ഭരണഘടനാ മാറ്റങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നു. അതിൻ്റെയൊക്കെ കാതലായ ഇടപെടലാണ് ഭാരതാംബയാണോ ഭരണഘടനയാണോ വലുത് എന്നൊരു സംഘർഷം. ഇതിൽ ഭാരതാംബയെ ആരും എതിർക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം ഭാരതാംബ എന്ന് പറയുന്നത് ഒരു പണ്ട് മുതൽ തന്നെ എല്ലാവരും ആദരിച്ചു വരുന്ന അഥവാ പൂജിച്ചു വരുന്ന ഒരു ചിത്രമാണ്, അഥവാ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സങ്കല്പമാണ്. ഭാരതാംബ ഒരു പ്രത്യേക രീതിയിൽ ആദരിക്കപ്പെടേണ്ടതുമല്ല, എല്ലാ ഭാരതീയരുടെയും മനസ്സിലുണ്ടാകേണ്ടതാണ്. ദേശീയ ഗാനവും ദേശീയ പതാകയും ആദരിക്കപ്പെടണമെന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ്. ഭാരതാംബയെ ആദരിക്കണമെന്നോ പൂജിക്കണമെന്നോ നിയമമില്ല എന്നതും മറന്നുകൂടാ. ഭരണഘടനയെ എതിർക്കുകയോ അതിനെ തള്ളിപ്പറയുകയോ ചെയ്യാൻ പാടില്ല എന്നതും നിയമമാണ്. ഭരണഘടനയെ പൊതുസ്ഥലത്ത് മോശമായി പ്രചരിപ്പിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്താൽ നിയമപരമായി ശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഭാരതാംബയ്ക്ക് അത്തരമൊരു നിയമ പരിരക്ഷയില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമ പരിരക്ഷ ഇല്ലാതെ പോയി? കാരണം അത് വെറുമൊരു സങ്കല്പമാണ് എന്നതുകൊണ്ടാണ്. ഭരണഘടനയും ദേശീയ പതാകയും ദേശീയ ഗാനവുമെല്ലാം ഓരോ ഇന്ത്യക്കാരനും അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ തന്നെ ഹമാസിൻ്റെയും അതോടൊപ്പം തന്നെ പലസ്തീനെയൊക്കെ പൊക്കിപ്പറയുകയും അവരുടെയൊക്കെ പതാകകളൊക്കെ തലയിൽ വെച്ചുകൊണ്ടും അവരുടെ പതാക പിടിച്ച് ഉയർത്തിയും നടക്കുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് എന്തുകൊണ്ട് ഭാരതാംബയെ പൂജിച്ചാൽ അവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നതായിരുന്നുവെങ്കിൽ രാജ്ഭവനിൽ ഈ പിണറായി വിജയനും ഈ പറയുന്ന മന്ത്രി പ്രസാദും ശിവൻകുട്ടിയും അടക്കം ഭാരതാംബയുടെ മേൽ പുഷ്പാഭിഷേകം നടത്തുമായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നത്തെ പ്രതിരോധിക്കുന്ന സർക്കാർ ഭരണഘടനയെ അംഗീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ രാഷ്ട്രീയമായി അവർ ഇന്ത്യൻ ഭരണഘടനയേക്കാൾ വില കൽപ്പിക്കുന്നത് അവരുടെ രാഷ്ട്രീയ വഴികാട്ടിയായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഗ്രന്ഥത്തെയാണ്. നാളെ ഇന്ത്യയിൽ ഭരണം കിട്ടുകയാണെങ്കിൽ അവരും ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമെന്നതിൽ തർക്കമുണ്ടാകില്ല. കാരണം അതിരുകൾ മാഞ്ഞുപോയി ലോകം ഒന്നാകുമെന്ന് ചിന്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാർ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭരണഘടനയെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക എന്നൊരു സംശയം സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ ഭരണഘടനയെ കളിയാക്കിയ മന്ത്രി രാജിവെപ്പിച്ചിട്ടും വീണ്ടും മന്ത്രിയാക്കിയത്. അങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ അധിപനായി എത്തുന്ന ഗവർണർക്ക് ഭാരതാംബയെ പൂജിക്കണമെന്ന് തോന്നിയാൽ തെറ്റു പറയാനൊന്നുമില്ല. കാരണം ഗവർണറും സർക്കാരും ചെയ്യുന്നത് അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം മറ്റൊന്നുമില്ല. ഭരണഘടനയെ പുച്ഛിക്കുകയോ കുന്തവും കുടച്ചക്രവും എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ചെയ്ത സജി ചെറിയാനെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടാണ് പിണറായി വിജയൻ രണ്ടാമതും പിടിച്ച് അവരോധിച്ചത്. ആ മന്ത്രിക്കെതിരെ പ്രതിഷേധം വന്നപ്പോൾ രാജിവെപ്പിച്ചു. അത് ജനങ്ങളുടെ കണ്ണിൽ വെറും പൊടിയിടാൻ വേണ്ടി. പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയതോടെ തിരിച്ച് മന്ത്രിപദത്തിൽ വീണ്ടും അവരോധിച്ചു. ഭരണഘടനയെ തോൽപ്പിച്ച മന്ത്രി വീണ്ടും സർക്കാരിന്റെ ഭാഗമായി. ഇവിടെ മന്ത്രി ജയിച്ചു, ഭരണഘടന തോറ്റു, ജനങ്ങളും തോറ്റു. എന്നാൽ RSS ഗവർണർ വന്ന് ഭാരതാംബയെ പൂജിക്കാൻ പറഞ്ഞതോടെ സർക്കാർ വീണ്ടും വെട്ടിലായി. അവിടെ ഭരണഘടനയും ഭാരതാംബയും തോൽപ്പിക്കാൻ പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ഭരണഘടനയെ സർക്കാർ കൂട്ടുപിടിക്കുന്നു. ഇത് ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. ഭരണഘടനയെ ഇപ്പോഴും അത്രയേറെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ സജി ചെറിയാൻ എന്ന മന്ത്രിയെ തള്ളിക്കളയണമായിരുന്നു. മന്ത്രിയാകാൻ വേറെയും MLA-മാർ ഇടതുപക്ഷത്ത് ഇല്ലാത്തത് കൊണ്ടല്ലോ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിയാക്കിയത്. അപ്പോൾ ഭരണഘടനയോട് സർക്കാരിന് അത്ര ബഹുമാനമൊന്നും ഇല്ല എന്നതിൻ്റെ അർത്ഥം. കാരണം അവിടെ ഇവിടെയും കിടക്കുന്നവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയാൽ ഇങ്ങനെ ഇരിക്കും.
അതേ സർക്കാർ ഭരണഘടന കൊണ്ട് ഗവർണറെ പ്രതിരോധിക്കുമ്പോൾ ഭാരതാംബയെ വെച്ച് ആക്രമിക്കാനാണ് ആർലേക്കർ തയ്യാറാകുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയെയും കൃഷിമന്ത്രി പി പ്രസാദിനെയും ഇതേ നിലപാടാണ് ഗവർണർ എടുത്തത്. ഇത് ആരിഫ് മുഹമ്മദ് ഖാനെ കാട്ടി വിഷം കൂടിയ ഇനമാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആദ്യം തന്നെ പരിസ്ഥിതി ദിനത്തിൽ കേരള രാജ്ഭവനിൽ ഭാരതാംബയെ വെച്ച് പൂജിച്ചപ്പോൾ തന്നെ പി പ്രസാദ് ഒരു നല്ല പിള്ള ചമഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ CPM-ന്റെ നേതാക്കൾ തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് ഇന്ത്യയുടെ പതാക ഉയർത്തിക്കൊണ്ട് ജയ് വിളിച്ചു. അത് ആർലേക്കറുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വി ശിവൻകുട്ടിയെയും പി പ്രസാദിനെയും പിണറായി വിജയനെ അടക്കം ഭാരത് മാതാ കി ജയ് എന്ന് നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിളിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വാ കൊണ്ട് അല്ല ആർലേക്കർ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. കാരണം സംസാരം കുറച്ച് പ്രവൃത്തി കൂടുതൽ, അതാണ് ആർലേക്കറുടെ ഒരു ടാഗ് ലൈൻ. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.